പ്രിയപ്പെട്ടവരെ, നമ്മളെ അടുത്ത ചേന നടിയിലേക്കുള്ള സമയമായിരിക്കുകയാണ്. നടാനുള്ള സമയമായില്ല എങ്കിലും മുറിച്ച് ചാണകമൊക്കെ മുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇത് നടാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി കുഴിയൊക്കെ എടുത്ത് റെഡിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മഴ പെയ്യുന്നതോടുകൂടി നമുക്ക് ഇത് നടാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കിലോ ചേനയെങ്കിലും വേണം, 1 കിലോ. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇങ്ങനെ ആണ് അതിൻ്റെ കറക്റ്റ് സൈസ് പിടിക്കുന്നത്. ഇത്രയാണ് ഒരു ചേന ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പം 4 കൂടുതലുണ്ട്, 4 ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇതങ്ങ് 4ആയിട്ട് മുറിക്കുക. കാരണം 4 കഴിഞ്ഞ് ഇച്ചിരേ ഉള്ളൂ. അപ്പോൾ ഇത് 4ആയിട്ട് മുറിച്ചിട്ട് നമുക്കിത് ഇതുപോലെ നടാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് മുറിക്കേണ്ട മൂർച്ച ഉണ്ടാകണം കത്തിക്ക്. ഇതിന് വെള്ളത്തില്ല, ചാണകത്തിൽ മുക്കി വെക്കണം. നാളെ ഇത് ചാണകത്തിൽ മുക്കണം. നാളെ ചാണകത്തിൽ മുക്കി വെക്കണം. തോരൻ വെക്കാനുള്ള കേട്ടോ, ഇത് തോരൻ വെക്കാനുള്ള. ഇത് മാറ്റിയിട്ടാ തോരൻ വെക്കാം. നമുക്ക് ഇഷ്ടമാണോ തോരൻ? നല്ലപോലെ മുറിക്കുന്നു കണ്ടോ. ഈ തോരൻ വെക്കാം. വേണ്ട തോരൻ വെക്കാനായിട്ട് മോര് തോരൻ ഇഷ്ടമാണോ? ഇല്ലേ? ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. വലിയ സംഭവം അയ്യോ തോരൻ വേണ്ടേ. ഒരു വീട്ടിൽ പോകുമ്പോ കൂട്ടി ഓടിപ്പോവും. മണ്ണി ചാണകം ഇതുപോലെ ഇളക്കുക. ചാണകം ഇതുപോലെ ഇളക്കുക. ഇത് നമ്മുടെ ചേന മുക്കി വെക്കാൻ വേണ്ടി. ചേന കരിക്കനൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ കൃമികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇത് മുക്കി വെക്കുന്നതോടുകൂടി അതൊക്കെ മാറിക്കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ചാണകം ശരിക്ക് കലക്കി. ഇന്നത്തെ ചാണകം അല്ലേ? ഇന്നത്തെ ചാണകം ശരിക്ക് കലക്കി മുക്കി വെച്ചാൽ കൃമികളൊന്നും കാണത്തില്ല. ഇപ്പോഴത്തെ ചാണകത്തിന് വലിയ ഗുണമൊന്നുമില്ല. പണ്ടത്തെ ചാണകമൊക്കെ ആയിരുന്നു ചാണകം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചാണകത്തിന് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പോഴത്തെ ചാണകം പണ്ട് ചാണകമൊക്കെ പിന്നെ മുറിവിന് വെക്കുമായിരുന്നു. ഇന്നത്തെ ചാണകം വെച്ച് കഴിഞ്ഞാൽ പോയിസനാണ്. അപ്പം ചാണകത്തിനും ഏത് കാര്യമാണ്. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുറിവിനൊക്കെ വെച്ച് കെട്ടുന്നതാണ് കമ്മ്യൂണിസ്റ്റ് വെച്ച്. ഇപ്പം ഇന്നത്തെ കാലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഴുക്കും. അങ്ങനെയാണ് ഓരോന്നും. അപ്പോൾ ഇത് കഴിക്കുന്ന പച്ചക്കറികളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അതൊക്കെ എല്ലാം ഈ കെമിക്കൽ ഫുഡാണ്. കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കാനായിട്ടല്ലേ ഇത് കേട്ടോ. അപ്പിയ ചാണകം ചാണകം എന്നാ പറയുന്നേ. പശുവിന്റെ അപ്പിയാ, പശുവിന്റെ അപ്പി. ഇത് ചെടിക്കൊഴിക്കാൻ വേണോ? ചെടിക്കൊഴിക്കാൻ വീടല്ലേ പോരട്ടെ. സക്കുട്ടിയാണ് അപ്പച്ചനെ ഹെൽപ്പ് ചെയ്യുന്നേ. കുളിക്കണ്ടേ സക്കുട്ടി? അംഗനവാടി പോവണ്ടേ? അടുത്തെടുക്കാം. ഓക്കെ. അടുത്തിട്ട് വാടാ. ഡ്രസ് വരെ പൊങ്ങിപ്പോയി. ഇങ്ങോട്ട് പാടേ. ഇങ്ങോട്ട് വാടാ. ഓക്കെ കഴിഞ്ഞു. അങ്ങോട്ട് കുളിച്ചോടാ. ഇതാണ് ഇനിയുണ്ട് ചേന. കുറച്ചുകൂടെ
മുറിച്ച് ഇത് വെക്കണം. തൽക്കാലത്തേക്കല്ലേ? 4, 6, 8. ഒന്നാളിനെ ഉള്ളല്ലേ? ഇതിൽ കൂടുതൽ വേണം കുറച്ചുകൂടെ. ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഉടനെ നമ്മൾ കുഴി എടുക്കുകയാണ്, നടുകയാണ്. കത്തിൽ വെച്ചല്ലേ? ചേനയുണ്ട്, ചേമ്പ് അപ്പം ഏമ്പിൻ്റെ ആണോ? ചേന എടുത്തോണ്ട് പറയാം. ഇതിനകത്തൊക്കെ ആണ്ട ചേമ്പ്, പിന്നെയും ചേമ്പ്, പിന്നെയും ചേമ്പ്. ചേമ്പ് നിറയെ ചേമ്പാണ്. നമ്മളെ വീടരുത്. വേണ്ട വേണ്ട, ഒരാൾ മതി. മോളെ വാ, പതുക്കെ വെക്ക്, പതുക്കെ. ആ പിന്നെ മുള, ഇതാണ് ഇതിൻ്റെ മുള. ഈ മുള മേളിലാക്കിക്കൊണ്ട് വേണ്ട, ഇനി വേണ്ട. അവിടെ വെച്ചേരെ, അവിടെ വെച്ചേരെ, അവിടെ വെച്ചേരെ, അവിടെ വെച്ചേ, താഴെ വെച്ചേരെ. താഴെ ഇടരുന്നോ? ഇത്രേ ഉള്ളു. ഇതിങ്ങനെ മൂടും നമ്മള്. കഴിഞ്ഞിട്ട് ഇത് വളർന്ന് വളർന്ന് വലിയ ചെടിയായി അതിന്റെ ഇതിനെ പിന്നെ ചാണകപ്പൊടി, കരിയില, ചാണകപ്പൊടിയും കരിയില ഇട്ട് അങ്ങ് മൂടുക. ആ ഇത് വലിയ മരമാവും. ചെടി ഇത്തരം പൊക്കമുള്ള ചെടിയോ. ഇനി ചാണകപ്പൊടി ഇതിട്ട് എടുക്കാം. ചാണകപ്പൊടി, ചാണകപ്പൊടി, ചാണകപ്പൊടി. അതിന്റെ വട്ടത്തിന് വട്ടമായിട്ടല്ലേ? കരിയാതെ കുറഞ്ഞിട്ടു, അത് കുറഞ്ഞിട്ടു. പുരിയാക്ക് പോരാ, പുരിയാക്ക് പോരാ. കരിയിൽ ഇഷ്ടം മുഴുവൻ ഇട്ടു, മുഴുവൻ ഇട്ടു, മുഴുവൻ ഇട്ടു. അതിനകത്തില്ല, അതിനകത്തില്ല. ചാണകപ്പൊടി ഇട്ടതിനകത്ത്. എന്നിട്ട് ഇനി വെള്ളം നനച്ചു കൊടുക്കണം അല്ലേ? നനയ്ക്കൊന്നും വേണ്ട. ഇനി നനയ്ക്കൊന്നും വേണ്ട, കൂടുതൽ നനച്ചാൽ പോരാ. അവരത് കഴിഞ്ഞു ഇതിനകത്ത് കുറേ വെള്ളം. ഞാൻ കയ്യിൽ ഇത്രയും കരിയിലിടും, അത്ര നല്ലതാണ്. ഇത് ചേന ഇച്ചിരി അടുത്ത് പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അകന്ന് കഴിഞ്ഞാൽ വലിയ ചേനയാവും. നമുക്കണ്ടില്ല 10 കിലോ കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ വലിയ ചേനയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽക്കാൻ വലിയ പാടാണ്. നമ്മളതെല്ലാം വിത്തിനെടുക്കല്ലേ. ചെറിയ ചേനയാണെങ്കിൽ നമുക്ക് ഈ പിന്നെ ഓരോരുത്തർ വീട്ടാവശ്യം കയറി ഓരോന്നെടുത്താണ് കൊടുക്കുക. അപ്പോൾ ഇത് അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ ചേന ചെറുതാകും. അതുകൊണ്ട് വലിയ നഷ്ടമില്ല. നമുക്ക് പെട്ടെന്ന് വിൽക്കാം. കാരണം ഇത്ര അടുത്ത് പാടില്ല. മണ്ണിട്ട് മൂട് വന്നിട്ടല്ലേ? അച്ഛമ്മ അവിടെ കരിയില വാരിയൊക്കെ എടുത്തോണ്ട് വാ. ആ കരിയില വാരി ഇത് എടുത്തോണ്ട് വാ. ഏതാങ്കുട്ടനോട് ചെന്നേ.
അല്ല അയ്യോ അവിടെ ആണ്ട എടാ ചാണകപ്പൊടി ഇട്ടിട്ടാടാ, കുടഞ്ഞിടരുത് കേട്ടോ. ചാണകപ്പൊടി ഇട്ടിടത്തില്ല. കർഷകൻ കർഷകൻ എഫിക്കുട്ടാ വിളിക്കുന്ന അച്ഛമ്മ. ആട് ചാണകം ഉള്ളതിനകത്ത് കേട്ടോ, ചാണകപ്പൊടി ഉള്ളതിനകത്ത്. മുഴുവൻ നല്ലോണം ഇടണം. ആ ഇനി എന്നിട്ട് അത് അങ്ങോട്ടേക്ക് കണ്ടു